ഈ വീഡിയോ തികച്ചും വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. സാമ്പത്തിക ഉപദേശം അല്ല. ക്രിപ്റ്റോ നിക്ഷേപങ്ങളിൽ ലാഭവും നഷ്ടവും നിങ്ങളുടെ തീരുമാനങ്ങൾ ആശ്രയിച്ചായിരിക്കും. ക്രിപ്റ്റോയിലെ ഹോട്ടായിട്ടുള്ള 5 നരേറ്റീവ്സിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. എന്നാൽ ഈ വീഡിയോയിൽ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നരേറ്റീവിനെ കുറിച്ച് നമ്മൾ ഡീപ്പ് ഡൗൺ ചെയ്യാൻ പോവുകയാണ്. അതായത് X402 പ്രോട്ടോകോൾ. എന്താണ് X402? എന്തുകൊണ്ടാണ് അതിന് നല്ലൊരു ഭാവി ഉണ്ടെന്ന് പറയുന്നത് എന്നറിയുന്നതിനായി ലെറ്റ്സ് ഡൈവ് ഇൻടു ദ വീഡിയോ അലോങ് വിത്ത് മീ ഫെബിനാൻഡോ. X402 എന്ന് പറയുന്നത് ഗൂഗിളും ബേസ് ചെയിനും കൂടി ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു പുതിയ പ്രോട്ടോക്കോളാണ്. ബേസിക്കലി ഡെവലപ്പ് ചെയ്തത് എന്ന് പറയുമ്പോൾ ഇത് ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയത് എന്നല്ല അർത്ഥം. HTTP പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ടുള്ള 402 എന്നുള്ള സെക്ഷൻ 90-കൾ തൊട്ട് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും അത് ആക്ച്വലി ഒരു പേയ്മെൻറ്റിനായി ഇംപ്ലിമെൻ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയിരുന്നില്ല. ആ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഈ സിസ്റ്റം ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ സഹായിക്കും. അതായത് ഒരു ബാങ്കിൻ്റെയോ പാസ്വേഡിൻ്റെയോ OTPയുടെയോ ഒന്നും ആവശ്യമില്ലാതെ ഒരു മനുഷ്യനോ അതല്ലെങ്കിൽ ഈവൻ ഒരു AI ഏജൻറ്റിനോ ഓട്ടോമാറ്റിക്കലി പേയ്മെൻറ്റ് നടത്തി സക്സസ്ഫുൾ ആക്കാൻ സഹായിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ബേസിക്കലി ഇൻ്റർനെറ്റിൽ തന്നെ ഉള്ള ഒരു AIക്ക് പേയ്മെൻറ്റ് നടത്താൻ ഇതുകൊണ്ട് പറ്റും. ഇവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? HTTPയിൽ നമുക്ക് എല്ലാവർക്കും പരിചിതമായ മറ്റൊരു പ്രോട്ടോക്കോളാണ് 404 എന്നുള്ളത്. അതായത് നമ്മൾ ബ്രൗസ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന പേജ് കണ്ടില്ലെങ്കിൽ നമുക്ക് സ്ക്രീനിൽ കാണിക്കും 404 പേജ് നോട്ട് ഫൗണ്ട് എന്നുള്ളത്. അത് HTTPയിലെ ഒരു പ്രോട്ടോക്കോളാണ്. അതായത് അന്വേഷിക്കുന്ന പേജ് കണ്ടില്ലെങ്കിൽ ആൾക്കാർക്ക് ഡിസ്പ്ലേ ചെയ്യാനുള്ളതാണ് 404. ഇതുപോലത്തെ മറ്റൊന്നാണ് പേയ്മെൻറ്റ് റിക്വയർഡ് എന്നുള്ളത്. ഒരു ടാസ്ക് നടക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫണ്ട് വേണമെങ്കിൽ ഈ പ്രോട്ടോക്കോൾ HTTP പ്രോട്ടോക്കോൾ ഒരു പേയ്മെൻറ്റ് റിക്വസ്റ്റ് അയക്കും. അത് ആ ഏജൻറ്റ് വാലിഡേറ്റ് ചെയ്ത ശേഷം ഓട്ടോമാറ്റിക്കലി അത് അപ്രൂവ് ആയി കൊടുക്കും. അപ്പോൾ സാധാരണ പ്രോസസ്സിൽ നിന്നും ഇത് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? സാധാരണ ഒരു പേയ്മെൻറ്റ് ഫെസിലിറ്റേറ്ററിലൂടെ നമ്മൾ പോയി നമ്മുടെ ഓതൻറ്റിക്കേഷൻ അടിക്കണം, OTP അടിക്കണം, വെരിഫിക്കേഷൻ കൊടുക്കണം, അപ്രൂവൽ കൊടുക്കണം. ഇത്രയും പ്രോസസ്സ് കഴിയുമ്പോഴാണ് ഒരു പേയ്മെൻറ്റ് നടക്കുന്നത്. എന്നാൽ ഈ പ്രോട്ടോക്കോൾ വഴി ഈ പ്രോസസ്സുകളെല്ലാം ബാക്ക് എൻഡിൽ ഓട്ടോമാറ്റായിട്ട് നടക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വിപ്ലവമാണെന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇത് ബേസ് ചെയിനിലായതുകൊണ്ട് എക്സ്പെൻസ് വളരെ കുറവാണ് എന്നുള്ളതാണ്. അതായത് ഇത് ബേസിക്കലി മൈക്രോ പേയ്മെൻറ്റ്സിന് ഉപയോഗിക്കാൻ പറ്റും. എന്താണ് മൈക്രോ പേയ്മെൻറ്റ്സ്? $0.0001 വരെ നമുക്ക് അയക്കാൻ പറ്റും. ഒരു ക്രെഡിറ്റ് കാർഡ് വെച്ച് നമുക്കൊരു $0.001 അയക്കുന്നത് ആലോചിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാരണം ക്രെഡിറ്റ് കാർഡ് ലെയറിലുള്ള ബേസിക് പ്രോസസ്സിംഗ് ഫീ തന്നെ അറൗണ്ട് 3% ആണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബരിയറും ഇത് ഓവർകം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എവിടെയാണ് ഈ $0.001 ആവശ്യകത എന്നുള്ളത്? അത് അങ്ങനെ അല്ലാത്തത് നമ്മളിപ്പോൾ എല്ലാത്തിനും ഓവർ പേ ചെയ്യുന്നത് കൊണ്ടാണ്. കറൻ്റ്ലി നമുക്ക് എല്ലാം സബ്സ്ക്രിപ്ഷൻ മോഡലിലാണ്. അതായത് ഇപ്പോൾ ChatGPT എടുക്കുക, ഒരു എക്സാമ്പിൾ. നമ്മൾ മന്ത്ലി ബൾക്കായിട്ട് ഒരു $30 പ്ലാനാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. അതേസമയം നമുക്കതിനുള്ള ഉപയോഗമില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡാറ്റ സെറ്റ് വാലിഡേറ്റ് ചെയ്യാനും ഒരു റിസർച്ച് പേപ്പർ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇമേജ് ജനറേറ്റ് ചെയ്യാനോ മാത്രമേ നമ്മൾ ChatGPT ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് മാത്രം പേയ്മെൻറ്റ് കൊടുക്കാം. അതായത് ഒരു ഇമേജ് ഉണ്ടാക്കുന്നതിന് $0.001. അങ്ങനെയാണെങ്കിൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻ മോഡൽ കംപ്ലീറ്റ്ലി മാറ്റി പുതിയൊരു പേയ്മെൻറ്റ് സിസ്റ്റം തന്നെ ഉപയോഗിക്കാം. അതായത് പേപ്പർ യൂസ്. ഇപ്പോൾ റെൻഡറിങ് മെഷീൻസ്, ഡാറ്റ സെറ്റ്, API, ഇമേജ് ജനറേഷൻ, ഈവൻ റിസർച്ച് പേപ്പർ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ കുറേ റിസർച്ച് പേപ്പറുകൾ, മെഡിക്കൽ റിസർച്ച് പേപ്പർ നമുക്ക് പഠിക്കണമെന്ന് വിചാരിക്കുക. എന്തിനാണ് നമ്മളൊരു $10 $20 കൊടുത്ത് ഒരു മാസത്തെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത്? നമുക്ക് വേണ്ടത് 1-2 ഡോക്യുമെൻ്റ് ആയിരിക്കാം. അപ്പോൾ വെറും 25 പൈസ അല്ലെങ്കിൽ 50 പൈസ കൊടുത്ത് ആ ഡോക്യുമെൻ്റ് പഠിക്കേണ്ടടുത്ത് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു ഫുൾ മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള യൂസ് കേസുകൾ, അതായത് പേപ്പർ യൂസ്, വളരെ പ്രിസൈസായി വളരെ ആവശ്യത്തിന് മാത്രം ഫണ്ട് കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ പേയ്മെൻറ്റ് സിസ്റ്റത്തെ എനേബിൾ ചെയ്യാൻ ഈ 402 പറ്റും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇതൊരു റെവല്യൂഷണറി ടെക്കാണ് എന്ന് നമ്മൾ പറഞ്ഞു എന്നുള്ളതാണ്. അതിന് പ്രധാന കാരണം ഇതിൻ്റെ യൂസ് കേസുകൾ തന്നെയാണ്. ഇതിലൊരു യൂസ് കേസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതായത് മൈക്രോ പേയ്മെൻറ്റ്സ്, പേപ്പർ യൂസ്. ഇപ്പോൾ ഈവൺ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളുടെ ട്വീറ്റ് എടുക്കുന്നു അല്ലെങ്കിൽ പുള്ളീനെ ഇൻട്രാക്ട് ചെയ്യുന്നു, അതിനൊരു ചെറിയ പേയ്മെൻറ്റ്, ആ ലെവലിലേക്ക് വരെ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റും. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്തതാണ് ഇത് 0 ഫീ ഓൺ സം ചെയിൻസ് ആണ്. അതായത് വിസ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ മർച്ചൻസിന്, നമ്മുടെ പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന മർച്ചൻസിന് അവർക്കൊരു ഫീസ് കൊടുക്കണം. അത് ഏകദേശം 2.5 അല്ലെങ്കിൽ 3% വരെ വരുന്നുണ്ട്. എന്നാൽ ഈ പേയ്മെൻറ്റ് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ അവർക്ക് നോ ഫീസ്,
അതായത് അയക്കുന്ന എമൗണ്ട് മൊത്തത്തിൽ അവിടെ കിട്ടും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത് ഇത് എല്ലാ ചെയിനിലും വർക്ക് ചെയ്യും, ക്രോസ് ചെയിൻ ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു ബാരിയറും അവിടെ പ്രശ്നമില്ല. പിന്നെ ഇതിൻ്റെ ഒരു കീ ഫീച്ചറാണ് ഏജന്റ് ടു ഏജന്റ് പേയ്മെൻറ്റ് എന്നുള്ളത്. ഇതും നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യുന്ന ഒരു ഏജന്റിന് ഒരു എക്സ്ട്രാ കേപ്പബിലിറ്റി വേണമെങ്കിൽ അതിനും ഇതുപോലത്തെ മറ്റൊരു AI ഏജന്റിൻ്റെ അടുത്ത് സംസാരിച്ച് ആ ഏജന്റ് ചെയ്തു കൊടുക്കുന്ന സർവീസിന് അനുസൃതമായ എമൗണ്ട് ഈ ഏജന്റിൻ്റെ വാലറ്റിൽ നിന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ കൊടുക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എ സ്വാം ഓഫ് ഏജൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോമാറ്റിക്കലി ടാസ്ക് ചെയ്ത് ഒരു അവരുടേതായ ഒരു ലോകം ബിൽഡ് ചെയ്യാൻ തന്നെ ഈ പ്രോട്ടോകോൾ അവരെ കേപ്പബിൾ ആക്കും. ഇതിൻ്റെ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഹ്യൂമനോയിഡ് റോബോട്ട്സിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ഓരോ ടാസ്കിന് അവർ പേയ്മെൻറ്റ് മേടിക്കും, സിമിലർ ടു ഹ്യൂമൻസ്. അപ്പോൾ ഇതിന് ഒരുപാട് സ്കെയിലബിലിറ്റി ഉള്ള ഒരു പ്രോട്ടോക്കോളാണ് ഈ X402 എന്ന് പറയുന്നത്. ഇനി നമ്മൾ അറിയേണ്ടത് ഇത് പ്രോട്ടോക്കോളാണ്, വലിയൊരു ടെക്നോളജിയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ എപ്പോഴും ചിന്തിക്കുന്ന പോലെ ഇതിൽ നമുക്ക് എന്താണ് അഡ്വാൻറ്റേജ്? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെ ബേസ് ചെയ്തിട്ട് കുറേ അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അതായത് ഈ ഒരു നെറ്റ്വർക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട് വേണം, ഫെസിലിറ്റേറ്റേഴ്സ് വേണം, APIs വേണം, അങ്ങനെ ഒരുപാട് സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ സെക്ഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ക്രിപ്റ്റോ ബേസ്ഡ് പ്രൊജക്റ്റ് മനസ്സിലാക്കി അതിൻ്റെ ടോക്കണിൽ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും വലിയ ഫെസിലിറ്റേറ്റർ ആയിട്ടുള്ള ഒരു ടോക്കണാണ് PayAI എന്ന് പറയുന്നത്. ഈ PayAI ആയിട്ടുള്ള ടോക്കൺ ഏകദേശം 2 മാസം മുമ്പ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ മെൻഷൻ ചെയ്യുകയും അത് ഏകദേശം ഒരു 50x അടിക്കുകയും ചെയ്തിട്ടുണ്ട്. പറഞ്ഞു വന്നത് ഇതിൻ്റെ റെലവൻ്റ് ആയിട്ടുള്ള ടോക്കണുകളിൽ നേരത്തെ കൂടിയാൽ ഹ്യൂജ് റിട്ടേൺസ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ്. ഇനി നമ്മൾ അറിയേണ്ടത് എവിടെ നിന്ന് ഈ X402 പ്രൊജക്റ്റുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യാം എന്നുള്ളതാണ്. അതിന് X402.org എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റിൽ പോയാൽ ഈ പർട്ടിക്കുലർ ഏരിയയിലുള്ള എല്ലാ പ്രൊജക്റ്റുകളെയും അഗ്രിഗേറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു സെക്ഷനും അവർക്കുണ്ട്. അതായത് സിമിലർ ടു നമ്മുടെ CoinGecko, കോയിൻ മാർക്കറ്റ് പോലെ ഈ പർട്ടിക്കുലർ പ്രോട്ടോകോൾസിലുള്ള അവരുടെ ഒരു അഗ്രിഗേറ്റർ വെബ്സൈറ്റാണ് X402.org എന്നുള്ളത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല കിടിലൻ കോയിൻസ് നമുക്ക് കണ്ടുപിടിക്കുകയും ചെയ്യാം. അതിൽപ്പെട്ട ഒരു നല്ല കോയിനാണ് PayAI എന്നുള്ളത്. അതുപോലത്തെ മറ്റ് കോയിനുകളെ കുറിച്ചുള്ള ഡിസ്കഷൻസ് നമ്മൾ ഉടനെ തുടങ്ങുന്നുണ്ട്. ഓരോ നരേറ്റീവിലെയും നല്ല കോയിനുകൾ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ കോയിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് നമ്മളുടെ ഹെറോനഡ്ജ് അക്കാഡമി എന്നുള്ള ചാനലിൽ നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുതിയ കോയിനുകളെ കുറിച്ച് അറിയുന്നതിനും അതിൻ്റെ വാല്യൂ പ്രൊപ്പോസിഷൻ മനസ്സിലാക്കുന്നതിനും അതിൻ്റെ ഇമ്പാക്റ്റ് അറിയുന്നതിനും ഹെറോനഡ്ജ് അക്കാദമി എന്നുള്ള ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓൾസോ ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ്. കെവിൻ ആൻഡ്രൂ.